നീ ദുനിയാവിൽ കഅന്നക ഗരീബുൻ ഔ ആബിറു സബീലിൻ, നീ ഗരീബിനെ പോലെ ആവുക, അല്ലെങ്കിൽ ആബിറു സബീൽ, ഒരു വഴിപോക്കനെ പോലെ ആവുക എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ ചുമലിൽ പിടിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു. ഇബ്നു ഉമർ എന്ന ചെറുപ്പക്കാരനായ സ്വഹാബിയെ നബി തങ്ങൾ ചുമലിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, മോനെ, നീ ദുനിയാവിൽ നിലകൊള്ളേണ്ടത് ഒരു വഴിയാത്രക്കാരൻ്റെ റോളിൽ, അല്ലെങ്കിൽ ഒരു പരദേശിയുടെ, ഒരു അപരിചിതൻ്റെ റോളിലാണ് നീ ദുനിയാവിൽ നിലകൊള്ളേണ്ടത്. അപ്പം ആ ഒരു അപരിചിതൻ, ഒരു വഴിയാത്രക്കാരൻ, അയാൾ വഴിക്ക് കണ്ട കാഴ്ചയും കണ്ട് ഇങ്ങനെ നിൽക്കുകയാണെങ്കിലോ, ഒരു വഴിക്ക് പോവാണ്, പോണ വഴിക്ക് അവിടെ എന്തോ ചെറിയൊരു ഇത് കണ്ടു, അവിടെ വണ്ടി നിർത്തി, അതിൽ നിങ്ങൾ നോക്കി ബാക്കി വരെ യാത്ര മറന്നു, ലക്ഷ്യം നോക്കി ഓനവിടെ നിന്നൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ പോണത്. അത് കഴിഞ്ഞാൽ കുറച്ച് അങ്ങപ്പുറത്ത് വേറൊരു കാഴ്ച കണ്ടു, അപ്പോൾ അവിടെ വണ്ടി നിർത്തി, ഇങ്ങനെ എല്ലാ കാഴ്ചയും കണ്ട് പോവുകയാണെങ്കിൽ ഓ ലക്ഷ്യത്തിലേക്ക് എത്തൂല. അപ്പം അതല്ല ശരിയായ ആബിറു സബീൽ. ദുനിയാവിൽ പച്ചപ്പുണ്ട്, മാധുര്യമുണ്ട്, പഴുതുമുണ്ട്, ഇത് കണ്ടിട്ട് അതിമ തങ്ങയോട് നിന്നാൽ ലക്ഷ്യം മറക്കും, ലക്ഷ്യത്തിലേക്ക് എത്തുകയില്ല. അപ്പോൾ ആബിറു സബീലിൻ്റെ ലക്ഷ്യം തൻ്റെ എവിടേക്കാണോ എത്തുന്ന ആ പ്രദേശമാണ്. ഗരീബിൻ്റെ ലക്ഷ്യം തൻ്റെ ശരിയായ നാടാണ്. എന്ന പോലെ മുഅ്മിൻ്റെ ലക്ഷ്യം സ്വർഗമാണ്. ആ സ്വർഗത്തിലേക്ക് എത്തണമെങ്കിൽ ദുനിയാവ് കൂടി ഇങ്ങനെ പോകണം. ദുനിയാവിൽ അള്ളാഹ് കണക്കാക്കിയ ആയുസ് എത്രയാണോ ആ ആയുസ് അമൽ ചെയ്ത് അതങ്ങനെ തീർത്തിട്ട് വേണം പരലോകത്തേക്കാണ്ട് കടക്കാൻ. ആ ഒരു യാത്രയിലാണ് നാം ഉള്ളത്. അത് ഇബ്നു ഉമറിൻ്റെ ചുമലിൽ കൈവച്ചുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. പറഞ്ഞു കൊടുത്തത് മാത്രമല്ല, ഇബ്നു ഉമർ അത് ഏറ്റെടുക്കുന്നു. ഈ ഹദീസ് വ്യാഖ്യാനിച്ച പണ്ഡിതന്മാർ പറയുന്നു, ഒരു ആബിറു സബീലിന്റെ ഉദാഹരണം, അത് ബൈനഹു വ ബൈന ബലദിഹി മസാഫാത്തുൻ ശാസിഅ, ഒരു ലക്ഷ്യസ്ഥാനം മുമ്പിൽ കണ്ടുകൊണ്ട് യാത്ര പോകുന്ന ഒരാൾ, ആ ദൂരത്തേക്ക് എത്താൻ ഇനി ഒരുപാട് ദൂരം താണ്ടാനുണ്ട്. ലക്ഷ്യത്തിലേക്ക് എത്താൻ ഇനിയും ദീർഘമായ യാത്രയുണ്ട്. ലക്ഷ്യം ആ ഒരു പോയിന്റാണ്, അങ്ങോട്ട് അവൻ പോകുന്നത് എങ്കിൽ അവൻ ആ ഒരു ഘട്ടത്തിൽ ഫി ഹാലത്തി തഖഫുഫിൻ ദായിമത്തിൻ മിനൽ അസ്ഖാൽ, ഭാരങ്ങൾ പോലും ഓൻ പരമാവധി ചുരുക്കുന്നു. ലഗേജ് പോലും നമ്മൾ വഴിക്ക് പോകണമെങ്കിൽ ഒരു ലഗേജ് കൊണ്ടുപോകുന്നല്ലോ, അത്യാവശ്യം എടുക്കുക, മറ്റൊക്കെപ്പാട് കെട്ടി വലിച്ചു പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഒരു വഴിയാത്രക്കാരൻ്റെ മനസ്സതാണല്ലോ, ഒരു വഴിക്ക് പോകുമ്പോൾ ഏറ്റവും അത്യാവശ്യം എടുത്താൽ മതി. എല്ലാം കൂടി വലിയൊരു പെട്ടിയും പാടുണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ അവിടെ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങുമ്പോൾ, ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ, ബസ് എത്തുമ്പോൾ, ട്രെയിനിൽ കയറുമ്പോൾ അതൊക്കെ ഇത് വലിയ ഇടങ്ങാണ്. അപ്പോൾ അത് വേണ്ട, ലഗേജൊക്കെ ഒന്ന് വെട്ടിച്ചുരുക്കുക, ഏറ്റവും അത്യാവശ്യം എന്താണോ അത് മാത്രം മതി. അതാണ് ആബിറു സബീലിൻ്റെ മനസ്സ്. എന്നതുപോലെ ദുനിയാവിൽ നിന്ന് ആവശ്യമുള്ളത് മാത്രം എടുത്ത് ബാക്കിയെല്ലാം ഭാരം കുറച്ച് അവൻ പോകുന്നു. അല്ലെങ്കിൽ ഹത്താ ലാ തുഈഖഹു ഔ തുഅഖിറഹു അൻ ബുലൂഗി മഖ്സദിഹി, ഒന്നുകിൽ ഭാരം അധികമുണ്ടെങ്കിൽ ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് കുറച്ചും കൂടി വൈകും, അല്ലെങ്കിൽ യാത്രയിൽ വലിയ ക്ലേശം നേരിടും. ഒരു 5-6 ബാഗേറ്റാണ് പോകണമെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടാവും. അടുത്തപ്പോൾ പറയാവും, ഞാൻ കുടുങ്ങിപ്പോയി, ഇനിയൊരു കാലത്ത് ഞാൻ അങ്ങനെ പെട്ടിമാണ്ട് വെച്ച് ഇനി പോകില്ലാണ്. അല്ലെങ്കിൽ ഉദ്ദേശിച്ച സമയത്ത് എത്തൂല, കുറച്ചുകൂടെ വൈകിട്ട് എത്തുക, കാരണം വണ്ടി കയറാൻ കഴിയൂല, മറ്റൊരു സഹയാത്രക്കാരെ കൂടെ എത്തിപ്പെടുകയില്ല. ഈ ഭാരം എപ്പോഴും അതിനൊരു പ്രയാസമായിരിക്കും. അതാണ് ആബിറു സബീൽ. മാക്സിമം ഭാരം കുറക്കാൻ ഉദ്ദേശം, ലക്ഷ്യസ്ഥാനം അവിടേക്ക് എത്തുന്നതേ ഉള്ളൂ. അതിനെന്താണോ വേണ്ടത് അത് മാത്രം അവൻ ചെയ്യും. അതിനെപ്പോലെ ആ ആളെപ്പോലെയാണ് ദുനിയാവിൽ നമ്മളാവേണ്ടത് എന്ന് ഇബ്നു ഉമറിനോട് നബി തങ്ങൾ പറയുന്നു. അത് ഇബ്നു ഉമർ മനസ്സുകൊണ്ട് ഏറ്റെടുത്തു, അതായത് സ്വാധീനിച്ച ഉദാഹരണം അതാണ്. പിന്നെ അദ്ദേഹം കൊടുക്കുന്ന ഉപദേശമാണത്. വകാന ഇബ്നു ഉമർ യഖൂൽ, വകാന ഇബ്നു ഉമർ യഖൂൽ, ഇബ്നു ഉമർ പറയാറുണ്ടായിരുന്നു. കാന യഖൂൽ എന്ന് പറഞ്ഞാൽ പറയുമായിരുന്നു. നബി പറഞ്ഞു, അതിനുശേഷം ഇബ്നു ഉമർ പറയുമായിരുന്നു. അപ്പം നബി തങ്ങൾ കൊടുത്ത ഉപദേശത്തെ ഇബ്നു ഉമർ ഏറ്റെടുക്കുന്നു എന്ന് മാത്രമല്ല, താൻ പലർക്കും പിന്നീട് ആ അടിസ്ഥാനത്തിൻ്റെ ഉപദേശം അദ്ദേഹം നൽകുന്നു. അപ്പം ഇതിനു ശേഷം ഇബ്നു ഉമർ പറയുമായിരുന്നു. എന്ത് പറയും? ഇദാ അംസൈത ഫലാ തൻതദിർ സ്വബാഹ്, ഇദാ അംസൈത, നീ വൈകുന്നേരമായാൽ, ഫലാ തൻതദിർ, നീ പ്രതീക്ഷിക്കരുത്, അസ്വബാഹ, പ്രഭാതത്തെ പ്രതീക്ഷിക്കരുത്. വൈകുന്നേരമായാൽ നീ നേരം വെളുക്കുന്നു പ്രതീക്ഷിക്കണ്ട. വൈദാ അസ്ബഹത, നേരം പുലർന്നാലോ, ഫലാ തൻതദിർ മസാ, വൈകുന്നേരമാകുമെന്ന് നീ പ്രതീക്ഷിക്കരുത് എന്ന് അദ്ദേഹം പറയുമായിരുന്നു.